ആലപ്പുഴ ഇരവുകാട് SNV ഗ്രന്ഥശാല സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും അനുമോദന യോഗവും എച്ച് MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ഇരവുകാട് SNV ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. ഇരവുകാട് ശ്രീദേവി ക്ഷേത്ര ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി എച്ച് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് S. ശുഭ അധ്യക്ഷയായി. ഗ്രന്ഥശാല സെക്രട്ടറി S. പ്രദീപ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി. SSLC +2 പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയവരെയും LSS USS സ്കോളർഷിപ്പ് നേടിയവരെയും ഗ്രന്ഥശാല നടത്തിയ സാഹിത്യ പ്രശ്നോത്തരയിൽ വിജയികളായവരെയും അനുമോദിച്ചു. വായനയിലേക്ക് നമ്മൾ തിരിയുക എന്നുള്ളത് തന്നെയാണ്. അത് ചെറിയ ക്ലാസ് മുതലേ നമ്മൾക്ക് വായിക്കാൻ കഴിയുന്ന ഏതെല്ലാം വായിക്കാൻ കിട്ടുമോ അതെല്ലാം വായിക്കാൻ പറ്റുന്ന ശീലങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരിക എന്നുള്ളത് ഒരു മുഖ്യമായ കാര്യമായി നമ്മൾ കണക്കാക്കാൻ പറ്റണം. അക്കാഡമിക് കാര്യങ്ങൾ മാത്രം വായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ പാഠപുസ്തകത്തിന്റെ പാഠഭാഗങ്ങൾ മാത്രം വായിക്കുകയും അറിയുകയും ചെയ്യുക എന്നുള്ളതല്ല. പലപ്പോഴും നമ്മൾ പരിമിതപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. രക്ഷകർത്താക്കളാണെങ്കിൽ കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ പാഠപുസ്തകം മാത്രം വായിക്കണം, പഠിക്കണം എന്ന് മാത്രമേ പറയാറുള്ളൂ. ഭൂരിപക്ഷത്തിൽ അങ്ങനെയാണ്. അതിനപ്പുറമായൊരു വായനയിലേക്ക് നമ്മളെ കുട്ടികളെ ഒന്ന് ശീലിപ്പിച്ച് അങ്ങനെ ഒരു ഡെപ്ത് കൂട്ടിക്കൊണ്ടിരുന്ന രീതി പലപ്പോഴും ഉണ്ടാവില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ അറിവിന്റെ ഒരു വളർച്ച, വികാസം വളരെ പ്രധാനമാണ്. ബഹുമുഖമായി അറിവ് ആർജിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പ്രാപ്തിയുള്ള കുട്ടിയായി നമ്മുടെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ഘട്ടത്തിലെ പാഠഭാഗങ്ങളെ ഏറ്റവും വേഗതയിലും ലളിതമായും സ്വാംശീകരിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റും നമ്മുടെ കുട്ടികൾക്ക്.